ബഷീർ എപ്പോഴും ബ്ലറായിരിക്കും കേട്ടോ. കളി തുടങ്ങിട്ടോ. അങ്ങനെ സാനേ എനിക്കൊന്നും അറിയോ മുഷിറൊക്കെ കള്ളക്കളി കളിച്ചോണ്ടേ പ്രൂഫിനാണെന്നൊരു സംശയം അല്ലേ? പത്തിൻ്റെ ഞാൻ കിട്ടും. എന്തിനാണ് ഈ കളിക്ക് വീട്ടിൽ മുഷിറിൻ്റെ ഒക്കെ കളിയല്ലേ? മാച്ചാണെങ്കിൽ ഓക്കെ. ഏത് കാണാനൊക്കെ സമയം വേണ്ട. പക്ഷേ ഞാൻ ഇവിടെ എടുത്ത ഫോട്ടോ തന്നെ കൊടുത്തിട്ടില്ല. എനിക്കറിയോ ക്രിസ്മസ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല ഫോട്ടോ. ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ക്രിസ്മസിന് കൊടുക്കണി എത്ര കിട്ടലും മെച്ചാടാ മെച്ച. ഞാൻ $100 പെർ ഹവർ വെച്ച് വാങ്ങും. നല്ല സ്കീമാണ്. പക്ഷെ എന്താ പറയുക പക്ഷെ എന്താ എടാ എനിക്ക് വേറെ സീനുണ്ട്. ഈ ഒരു മണിക്കൂറെ ഷൂട്ട് ചെയ്താൽ 3-4 മണിക്കൂറേ ഇരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ ആലോചിച്ചു ഒരു മണിക്കൂറിന് എത്ര കിട്ടണം? $20. പിന്നെ നമ്മളെ എക്യുപ്മെൻറ്റിൻ്റെ പൈസ പറഞ്ഞാൽ നല്ല ഈ ക്യാമറയ്ക്ക് എത്ര അറിയോ? $1500. ക്യാമറ കിട്ടും, ലെൻസിനല്ല. ഇതിലൊരു 1.5 ലക്ഷം ഷട്ടർ എടുത്താൽ പിന്നെ ഈ ക്യാമറ ഒന്നിനും പറ്റൂല. ഏത് അപ്പോൾ പൈസ മുതലാക്കണേ. പക്ഷെ പറഞ്ഞാൽ കുട്ടികളൊക്കെ സീനായതുകൊണ്ട് ഇപ്പോൾ ഷൂട്ടൊന്നും അല്ല സമ്മതിക്കണില്ല. എങ്ങനെ കിട്ടല് എന്ത് ഫ്രണ്ട് സർക്കിളും ഇതൊക്കെ കുഴപ്പമില്ല. ഷൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ സീനാടാ. ഷൂട്ടൊന്നും എടുക്കും അല്ലെങ്കിലൊക്കെ മെച്ച. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാ പൈസ ഉണ്ടാക്കിന് സീനാ. പെർമിഷൻ വേണം, അത് വേണം, ഇത് വേണം. സ്റ്റുഡിയോ ആണെങ്കിൽ ഒരു റെൻ്റ് കൊടുക്കും. നമ്മളങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുള്ളൂ. ഇത് മനുഷ്യൻ്റെ കളി കാണാൻ പോന്നിട്ടേ നടക്കാനില്ലാറേ. ഫുൾ സപ്പോർട്ടാ. മോശറിൻ്റെ അടുത്ത് മോശറിന് എടുക്കാറുണ്ട്. ഇത് കാലുമ്പോൾ പന്തൊന്നല്ല എടുക്കാറ്റുള്ളൂ. സീന്
നല്ലൊരു അടി കിട്ടി. അത് ക്ലിപ്പോട് ഇങ്ങനെ കിട്ടി. മെസ്സിന്റെ കാലം ഒരു ബോൾ ഇട്ടിട്ടോടാ. ബഷീർ സ്മൈൽ സ്മൈൽ. കിട്ടില്ല ചോദിച്ചേ. കളി കടഞ്ഞു അതെല്ലാം പ്രൊഫഷണൽ പ്ലേയേഴ്സാണ് ആയിട്ട്. ഇത് അല്ല അങ്ങനെയല്ല, ഇതൊക്കെ ഇത് എനിക്ക് മടിയുണ്ടായിന്. ഇതൊരു ബൂട്ടുണ്ട് ഞാൻ ഇറങ്ങിയേന്. ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കറിയോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്, ലെൻസും കാര്യങ്ങളും ഉണ്ട്. ഇനി ഒരു 35mm കൂടെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങും. അല്ല ഗൈസ്, ഞാനൊരു മിസ്റ്റർ ബീസ്റ്റ് ലെവലാണ് ഉദ്ദേശിക്കണേ. അതുകൊണ്ട് സമയം വേണം. ഞാൻ ഉദ്ദേശിക്കണം എന്താ അറിയോ, കുക്കിംഗ് ഫസ്റ്റ് നമ്മൾ റീലുമെന്ന് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയല്ല, ഒരു സ്റ്റാൻഡേർഡ് ലെവല്. എല്ലാവരും അത് ബ്രിട്ടീഷ് കൊളംബിയക്ക് ഉദ്ദേശിക്കണം. അവിടെ പോയിട്ട് മറ്റേ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം. അതെ, ആദ്യം നമ്മൾ റീല് ലെവൽ ഏത് നമ്മൾ ഈ വൈബാ. ഒന്നാമത്തെ കാര്യം ഫണ്ട് ഉണ്ടാക്കി ട്രിപ്പ് പോകണം. അല്ല ഹൈക്കിങ്ങും ട്രക്കിങ്ങും ഒക്കെ. അവിടെ പോയിട്ട് ഔട്ട്ഡോർ കുക്കിങ് ആദ്യം അതല്ല, അത് ഇൻഡോർ നല്ല ഫുൾ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത്. എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. 35mm ലെൻസ് കൂടെ വേണം, പിന്നെ ഒരു മൈക്കിയും വേണം. കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പരിപാടി തുടങ്ങും. അതെ, പരിപാടി തുടങ്ങുന്ന പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇത് ഫുള്ളേ കമൻറ്റ് എടുത്തില്ല പകരം. ഗൈസ് ബോൾ മുബഷീറിൻ്റെ കാലിലെത്തി. മുബഷീർ അതെ, മുബഷീറിൻ്റെ കയ്യിൽ നിന്നും ബോൾ പോയി. സോറി ഗൈസ്, മുബഷീറിൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോയിട്ടുണ്ട്. എല്ലാവരും അറിയണേ നൈസ കമൻറ്റ് ഇടാം. അതല്ല എടാ, എല്ലാവരും അറിയെങ്കിലും കമൻറ്റ് ഇടാം, കോമഡി വരാം. 8 മിനിറ്റ് 2 മിനിറ്റ് കൂടെ എടുക്കട്ടെ. മുബഷീർ ക്യാമറയിൽ നോക്കണം. അതെ, ബോൾ പോയിരിക്കുന്നു ഗൈസ്. ബ്രേക്ക്. ബോൾ കൊണ്ട് അടി വരുമ്പോൾ നമ്മൾ ക്യാമറ ഒഴിവാക്കൂല്ലോ കേട്ടോ, ക്ലിപ്പൊക്കെ വൈറലാവുള്ളൂ. അപ്പോൾ മോനെ ഫുൾ ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യണം, ഫുൾ കുക്കിങ്ങിൻ്റെ. ഫോണിലൊന്നും ചെയ്തിട്ട് കാര്യമല്ല. ഒരു 10 എണ്ണം ചെയ്ത് നോക്കും. അതിൽ ഒന്ന് ക്ലിക്കായി ഞാൻ കണ്ടിന്യൂ, അല്ലെങ്കിൽ പരിപാടി നിർത്തും. പിന്നെ നമ്മളെ മുഖം കാണിക്കാറല്ല, എന്താ പറയുക, ഇതൊക്കെ ചെയ്യണം. ഫേം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫാമിലി ഉണ്ട്, ഫാമിലീൻ്റെ പാരൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും വീട്ടിൽ കുക്കിംഗ് കാര്യങ്ങളായിട്ടേ തിരക്കാണ്, മനസ്സിലായോ, ടൈമില്ല. ഇവരെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രായമല്ലേ. ഒരു 2 മാസം കൊണ്ടിട്ട് പോകും, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് പോകും. അത് കഴിഞ്ഞതിൻ്റെ ഒപ്പമുള്ളവർ പിന്നെ ബാക്കി നൈറ്റ് ഷിഫ്റ്റൊക്കെ ആയിരുന്നു. ഒരു രാത്രി കിടന്നുറങ്ങും, അല്ലെങ്കിൽ രാവിലെ ഉറങ്ങും, നമ്മൾ ഫ്രീ ആവും. എന്നിട്ട് വേണം മോനക്കൊരു പരിപാടി തുടങ്ങും. ഇങ്ങനെ മറ്റേ ഇതെന്നില്ല, ഒനിയൻസൊക്കെ കെട്ടി ഇങ്ങനെ മൈക്കാം, നമ്മൾ കട്ട് ചെയ്ത് ചെയ്യും. അതെ എന്നിട്ട് വേണം സാധനങ്ങൾ.